പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കൃത്യമായ വിവരങ്ങളുണ്ട്, വിശദാംശങ്ങളുണ്ട്. ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകർ എത്തിയവരൊക്കെയും അത്തരത്തിലുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം കൃത്യമായ രീതിയിലുള്ള കണക്കുകൾ ആരൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് പോയി, എന്തൊക്കെ സംവിധാനങ്ങളാണ് അവർ കൊണ്ടുപോയത്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ അവർക്ക് ജോലി ചെയ്യേണ്ടി വരും, അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളടക്കം നൽകിയിട്ട് തന്നെയാണ് അവർ ഓരോരുത്തരെയും ആ ചുരൽമലയിലേക്ക്, മുണ്ടക്കൈ മേഖലയിലേക്ക് കടത്തിവിടുന്നത്, അല്ലേ? തീർച്ചയായും നമ്മളോടൊപ്പം ഇവിടെയുള്ള ഒരു നാട്ടുകാർക്ക് കൂടെ ചേരുകയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അവരൊക്കെ തന്നെ ആ ഒരു മേഖലയിലേക്ക് കടക്കുകയാണ്. ഈ പാലം വഴി നമുക്കറിയാം, ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് വ്യക്തമാവും. ഈ പ്രദേശത്തൊക്കെ താമസിച്ചവരാണ്. അവരും ഈ തിരച്ചിലിൻ്റെ ഭാഗമായി അങ്ങോട്ടേക്ക്, ആ മേഖലയിലേക്ക് കടന്നു പോകുന്ന കാഴ്ചകളാണ്. എന്തായാലും അതുപോലെ തന്നെയാണ് സന്നദ്ധ സംഘടനകളും ഇവിടെയുണ്ടായിരുന്ന നാട്ടുകാരുമൊക്കെ ഈ തിരച്ചിലിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അവരൊക്കെ നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു, തങ്ങളുടെ എല്ലാം നഷ്ടമായി പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും കാലത്തെ സമ്പാദ്യവും അതുപോലെ തന്നെ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് അവരങ്ങോട്ടേക്ക് വീണ്ടും അത് തേടിപ്പോവുകയാണ്, അവിടെ തിരച്ചിൽ നടത്തുകയാണ്. കാരണം അങ്ങനെ ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ, അല്ലെങ്കിൽ ഇനിയും അവരുടെ മൃതശരീരങ്ങൾ നിരവധിയായി കിട്ടാനുണ്ട്, അതിനുവേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലിൻ്റെ ഭാഗമാവുകയാണ്. എന്തായാലും നമുക്കിപ്പോൾ ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നമുക്കറിയാം. ഓരോ ദിവസവും ഈ പ്രതികൂല സാഹചര്യത്തിലും സൈനികരായാലും പോലീസുകാരായാലും എല്ലാവരും ഇവിടെ സജീവമായി തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഓരോ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്, പലതരത്തിലും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ടായിരുന്നു. പല ഇടങ്ങളിലും പോകുമ്പോൾ ഈ കാലുകൾ പുതഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല കെട്ടിടങ്ങളും അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് കിണറുകൾ എന്നതുപോലും അറിയില്ല. ആ ഒരു മേഖലയിലൂടെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുതന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ച് ഈ റഡാർ സിഗ്നൽ കാണിച്ച ആ ഒരു മേഖലയൊക്കെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് പോലും കൃത്യമായും ഉദ്യോഗസ്ഥർ ആ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിനനുസരിച്ചാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സംയുക്തമായിട്ടുള്ള ഓരോ വകുപ്പുകളും സംയുക്തമായി ആ തിരച്ചിൽ നടത്തിയതും. അതിനുശേഷം ഇപ്പോൾ ഓരോ ദിവസമായി, കഴിഞ്ഞ ദിവസവും ഈ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അതിനിടയിൽ മറ്റൊരു കാര്യം, എത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് കൂടെ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. അവിടെ എത്തുന്ന രക്ഷാപ്രവർത്തകരുടെ പേര് കൃത്യമായി ഇവിടെ രജിസ്റ്റർ ചെയ്ത ശേഷം തിരിച്ചിറങ്ങുമ്പോഴും അത് കൃത്യമായി രേഖപ്പെടുത്തി, ആരൊക്കെയാണ് അങ്ങോട്ട് പോയിട്ടുള്ളതെന്നും ആരൊക്കെയാണ് തിരികെ ഇറങ്ങുന്നതെന്നും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുതന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസവും കാണുവാൻ സാധിച്ചത്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയ നിലമ്പൂർ സ്വദേശികളായ 3 പേരെയാണ് കോസ്റ്റ് ഗാർഡ് ആദ്യം കണ്ടെത്തുന്നത് ഈ മേഖലയിൽ നിന്നും. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തു നിന്നും അവരെ പിന്നീട് ഈ അവശ നിലയിൽ കുടുങ്ങിയ സാഹചര്യത്തിൽ കണ്ടെത്തുന്നത്. അവിടെ നിന്നും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് എയർഫോഴ്സ് എയർലിഫ്റ്റിംഗ് നടത്തുന്നു. അതിനുശേഷം അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിച്ച് ആർമിയുടെ ആംബുലൻസിൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അത്തരത്തിൽ സർവ സജ്ജമായി സൈന്യവും അതോടൊപ്പം തന്നെ വിവിധ സേനകളും ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം. അതിൽ ഓരോ ദിവസവും നമ്മൾ പോകുമ്പോൾ ഓരോ ദിവസവും ഈ മൃതശരീരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാഴ്ച. കാരണം ഓരോ ദിവസവും കൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ ചിലപ്പോൾ ശരീരഭാഗങ്ങളായിരിക്കാം, ചിലപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഭാഗത്ത് അടിഞ്ഞുകൂടിയ അത്തരത്തിൽ ഇത്രയും ദിവസം ഈ മണ്ണിനടിയിൽ കിടന്ന ഈ ശരീരമാകാം. അത്തരം മേഖലകളിലേക്കാണ് ഇവർ ഇറങ്ങി ചെല്ലുന്നത് എന്നുള്ളതാണ്. എന്തായാലും അത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറിയിരിക്കുന്നു മൃതദേഹങ്ങൾ. കൊണ്ടുവരുന്നത് ഓരോന്നും എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നിരവധി പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രതീക്ഷയോടുകൂടി അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അവരെ കാണാമറയത്ത് അവർ പോയിരിക്കുന്നു, എങ്കിലും അവർ തിരിച്ചു വരുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ പല മൃതശരീരങ്ങൾ വരുമ്പോഴും അതൊക്കെ തിരിച്ചറിയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാം അവരുടെയൊക്കെ ആ ഒരു മനോവിഷം, അവരുടെയൊക്കെ നിലവിളി നമ്മൾ കേട്ടതാണ്. ഈ മേഖലയിൽ അങ്ങനെ നിൽക്കുമ്പോൾ കണ്ണീരോടുകൂടെ മാത്രമേ നിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ്. കാരണം ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞ ഒരു ദുരന്തം, അത് നമ്മൾ ഈ ഒരു ഉരുൾപൊട്ടൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. അതിൻ്റെ യാതൊരു വിധത്തിലുള്ള ഒരു സംഭവങ്ങളും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ
നിരവധി പേർ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി എത്തുന്നവരും പറയുന്നത്. കാരണം അവരൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ കാരണം ഇന്നലെ ഇവിടെ എത്തിയിട്ടുന്ന ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ തന്നെ വ്യക്തമാക്കിയിരുന്നു, അദ്ദേഹം ഇമോഷണലി കണക്റ്റഡ് ആണ്. ഈ മേഖലയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ആരായാലും ഈ ഒരു സംഭവങ്ങൾ, ഈ ഒരു പ്രകൃതിയുടെ ഇപ്പോഴത്തെയുള്ള അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് അതിന്റെ ഭീകരത എന്നുള്ളത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നിന്നും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. മനോജ് പറഞ്ഞതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം 6ാം ദിവസത്തിലെത്തിയിരിക്കുകയാണ്. ഇനിയും 200-ലധികം പേരെ കണ്ടെത്താനുണ്ട്. അവരെ ജീവന്റെ ഏതെങ്കിലും തരത്തിലുള്ള കണികകൾ ബാക്കിയുണ്ടെങ്കിൽ അവരെ അതിവേഗം രക്ഷിച്ചെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സന്നാഹങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. ഒപ്പം മണ്ണിൽ പൂണ്ട് നിൽക്കുന്ന ആ മനുഷ്യ ജീവിതങ്ങളെ തിരികെ എത്തിക്കാനുള്ള ഒരു ശ്രദ്ധയും അധ്വാനവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് സൈനിക ഉദ്യോഗസ്ഥരുണ്ട്, NDRF പ്രവർത്തകരുണ്ട്, ഫയർഫോഴ്സുണ്ട്, പോലീസുകാരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഒപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ ആൾക്കാരുടെ സേവനവും കൃത്യമായി ഉപയോഗപ്പെടുത്തിയാണല്ലേ. കാരണം ഇവിടെയൊക്കെയാണ് വീടുകൾ ഉണ്ടായിരുന്നത്, ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച് അവിടുത്തെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് തന്നെയാണ്. കാരണം മറ്റുള്ളവർക്കൊന്നും അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കാണാൻ സാധിക്കില്ല. കാരണം ഒരു ഗ്രാമം മുഴുവൻ, ഒരു നാട് മുഴുവൻ ഒലിച്ചിറങ്ങിയ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളുടെ അടക്കം കൃത്യമായ നിർദ്ദേശങ്ങൾ, അവരിൽ നിന്ന് കിട്ടുന്ന ലഭ്യമാകുന്ന വിവരങ്ങൾ, ഇതൊക്കെയും കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് അല്ലേ. തെരച്ചിലേക്ക് 6ാം ദിവസത്തിലേക്ക് കടക്കുന്നത് അല്ലേ. തീർച്ചയായും അതുതന്നെയാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ഒരു പ്രദേശത്ത് വിവിധ വകുപ്പുകൾ ചേർന്ന് ഈ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പ്രധാനമായും ഞാൻ പറഞ്ഞു, ഈ ഒരു മേഖലയിലൊക്കെ കൃത്യമായും ഇവിടെ നിന്ന് പോകുന്ന മാധ്യമ പ്രവർത്തകരുടെ വരെ എണ്ണം കൃത്യമായും ഇവിടെ പോലീസ് രേഖപ്പെടുത്തിയാണ് അങ്ങോട്ട് വിടുന്നതെന്നാണ്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അപ്പോൾ തന്നെ അവരെ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തിക്കുവാനുള്ള സംവിധാനം അവിടെ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകാർ നൽകുന്ന വിവരം അത് തന്നെയാണ് പ്രധാനം. ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വീടുകൾ ഉണ്ടായിരുന്നത്, ഏതൊക്കെ മേഖലകളിലാണ് അപകടം പതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ മൃതദേഹങ്ങൾ കണ്ടെത്തുവാൻ കൂടുതൽ സാധ്യത ഏത് മേഖലയിലാണ് എന്നൊക്കെ നാട്ടുകാർ വിവരങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ആരൊക്കെയാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ എവിടെയൊക്കെയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ കാര്യമൊക്കെ നാട്ടുകാർ കൃത്യമായും ഈ അവിടെ എത്തുന്ന രക്ഷാപ്രവർത്തകരോട് ആ വിവരങ്ങൾ നൽകുന്നുണ്ട്. എങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എല്ലാ തരത്തിലും നഷ്ടപ്പെട്ട കുറേയധികം പേരുണ്ട്. അവരൊക്കെ ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിസരത്തൊക്കെ താമസിച്ചിരുന്ന ആളുകളാണ് ഈ രക്ഷാപ്രവർത്തകരുടെ കൂടെ പോയി അവിടെ ഈ ഒരു പ്രദേശങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ആദ്യഘട്ടത്തിൽ അങ്ങോട്ടേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രയാസം നമ്മൾ കണ്ടതാണ്. അങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല, കാരണം അത്രയധികം പ്രതിസന്ധി രൂക്ഷമായിരുന്നു. പിന്നീടാണ് താൽക്കാലികമായിട്ടുള്ള പാലമൊക്കെ നിർമ്മിച്ചുകൊണ്ട് സൈന്യം അവിടേക്ക് കടന്നു ചെല്ലുവാനുള്ള സംവിധാനം ഒരുക്കിയത്. അതിനുശേഷം ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരെ നടക്കുകയാണ്. ഇന്നും നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ആ മേഖലയിൽ ഇനി എന്തെങ്കിലും ഇത്തരത്തിൽ മൃതശരീരങ്ങളോ എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മുണ്ടക്കൈ ഭാഗത്തും ഈ ചൂരൽമല ഭാഗത്തും അതോടെ തന്നെ പുഴയോരങ്ങളും കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിലാണ്. ഈ പുഴയോരത്തെ പരിശോധന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചാലിയാർ പുഴയിൽ നിന്നാണ് കുറേയധികം മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് കിട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ വനമേഖലയിലൊക്കെ അടിഞ്ഞുകൂടിയ മൃതദേഹങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയാണ് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം ഫോറസ്റ്റും ഒക്കെ സംയുക്തമായി ചേർന്ന് നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകരും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശം ഈ പുഴകളിലേക്ക് അധികമായി ഇറങ്ങരുത് എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം അപകടമുള്ള മേഖല തന്നെയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ് ആ ഒരു മേഖല. അത് നേരത്തെ നമ്മൾ കണ്ടതാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ പോലും ആദ്യഘട്ടത്തിൽ ഇവിടെ വീണ്ടും ഒരു ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്ന രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ കൂടെ ഉറപ്പാക്കേണ്ടതുണ്ട്.
എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അപകട മേഖല തന്നെയാണിത്. ഒപ്പം തന്നെ യെല്ലോ അലർട്ടാണ്. മഴ ശക്തമാകാനുള്ള ഒരു സാഹചര്യമുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ പരക്കെ മഴയുണ്ടാകും, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകരുടെ അടക്കം സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായ രീതിയിൽ ആരൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് അവിടത്തേക്ക് പോകുന്നത് എന്ന് കൃത്യമായി എഴുതി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഈ സന്നദ്ധ പ്രവർത്തകരെ അടക്കം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്, കയറ്റിവിടുന്നത്.